MechDriveലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വിൻഷീൽഡ് വാഷിംഗ് മോട്ടോർ എങ്ങനെ റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതായത് നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരുന്ന ടാങ്കിൻ്റെ മോട്ടർ അത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഇതിൽ നിന്ന് വെള്ളം വരാതിരിക്കുന്നത്. അതെങ്ങനെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് വിൻഡ്ഷീൽഡ് വാഷറിൻ്റെ റിസർവെയർ. ഇതിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മോട്ടർ, വാട്ടർ പമ്പ്. ഇതുവഴി പമ്പ് ചെയ്ത് ഈ ട്യൂബ് വഴി ഫ്രണ്ട് വിൻഡ്ഷീൽഡിലോട്ട് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലാദ്യം ലീക്ക് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ലീക്കൊന്നും കാണുന്നില്ല, ഈ ഓസിൽ വേറെ വിഷയമൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യേണ്ട ഇതിൻ്റെ മോട്ടറാണ്. ഈ കാണുന്ന കണക്ടർ നമുക്ക് ഇവിടെ നിന്ന് ലോക്ക് പ്രസ് ചെയ്ത് ഇനി ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതിൽ സപ്ലൈ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്യാം. വൈപ്പർ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ സപ്ലൈ കാണാൻ കഴിയും. സപ്ലൈ വരുന്നുണ്ട്. 12 വോൾട്ട് സപ്ലൈയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ പമ്പിനാണ് ഇവിടെ കംപ്ലൈൻ്റ് ഉള്ളത്. ഇനി നമുക്ക് ഈ പമ്പ് ഊരിയെടുക്കാം. അതൊരു ബുഷാണ്, നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതി. ഈ ടാങ്കിൽ നിൽക്കുന്ന വെള്ളമാണ് പോകുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട് അതും കൂടെ ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വാട്ടർ പമ്പ്. അതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതിനാകെ 200 രൂപ ചിലവ് വരുന്നുള്ളൂ. ഇത് വാങ്ങി നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഫിൽറ്റർ, വെള്ളം ലീക്കാവാതിരിക്കാനുള്ളൊരു ഓറിങ്ങും വരും. ഇതിന് പ്രത്യേകം സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ടാങ്കിൻ്റെ ലാസ്റ്റ് കൊണ്ടുവയ്ക്കുക, ഒന്ന് പ്രസ് ചെയ്തങ്ങ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതിൽ ഓറിങ് ഉണ്ട്, അതിൽ റിവ്യൂ അങ്ങ് ഇരിക്കും. ഇനി ഇതിൻ്റെ ഔട്ടിൽ കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സപ്ലൈ 12 വോൾട്ട് സപ്ലൈ, അതും കണക്ടർ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതിൽ വെള്ളം നിറച്ച് ഇനി താഴെ ലീക്ക് ഉണ്ടാകുന്നൊന്ന് നോക്കുക. കൈ വെച്ച് നോക്കിയാൽ മതി. ടാങ്ക് ക്ലോസ് ചെയ്യാം. എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വൈപ്പർ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. വിൻഷീൽഡ് വാഷിംഗ് മോട്ടോർ അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തു. നമുക്ക് ആകെ 200 രൂപയാണ് ചിലവ് വന്നത്. മറ്റൊരു വാരത്തിൻ്റെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.